പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷരാവിനായി ലോകം കാത്തിരിക്കുന്നു. എല്ലാവർക്കും മാതൃഭൂമി ന്യൂസിന്റെ ന്യൂ ഇയർ ആശംസകൾ. നമുക്ക് വിവിധ മേഖലകളിലേക്ക് പോകാം അല്ലെ. കേരളം മുഴുവൻ ആഘോഷിക്കാൻ കാത്തിരിക്കുക, ലോകം മുഴുവൻ ആഘോഷിക്കാതിരിക്കുകയാണ്, നമ്മളും അതിനോടൊപ്പം ചേരുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് എന്താണ് ആഘോഷം, എന്താണ് തയ്യാറെടുപ്പുകൾ എന്നത് സംബന്ധിച്ച് നമ്മുടെ റിപ്പോർട്ടർമാർ വിവരങ്ങൾ നൽകും. കോഴിക്കോട് നിന്ന് ഇംതിയാസ്, കൊച്ചിയിൽ നിന്ന് സ്നേഹമോൾ, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ജി നാഥ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം കോഴിക്കോടേക്ക്. ഇംതിയാസ്, അവിടെ കോഴിക്കോട് ബീച്ചിലായിരിക്കും പ്രധാനപ്പെട്ട ഒരു ആഘോഷം അല്ലെങ്കിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അതാണോ? മറ്റ് സ്ഥലങ്ങളിൽ എന്തൊക്കെ ആഘോഷ പരിപാടികളുണ്ട്? രാജീവ്, തീർച്ചയായിട്ടും ഈ പുതുവത്സരാഘോഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട്ടെ ബീച്ച് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന ആഘോഷ കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു 11 മണി സമയത്ത്, ഈ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും ഈ ബീച്ചിൽ അത്രയധികം ആളുകളെ നമ്മൾ കാണാറില്ല. പൊതുവെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കോഴിക്കോട് ബീച്ചിൽ എല്ലായ്പ്പോഴും പുലർച്ചെ 4 മണി വരെയൊക്കെ പൊതുവെ നിരന്തരമായി സ്ഥിരമായി ആളുകൾ ഉണ്ടാവുന്ന ഒരു ബീച്ചാണിത്. ഇന്നിപ്പോൾ പുതുവത്സരമായതുകൊണ്ട് തന്നെ ഒരു 4 മണി സമയം, വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആവുന്ന സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുമെന്നത് ഉറപ്പാണ്. കോഴിക്കോട് ബീച്ച് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ആഘോഷ കേന്ദ്രം കോഴിക്കോട്ടത്. പിന്നെയുള്ളത് മാനാഞ്ചിറ ഭാഗത്തൊക്കെ ആളുകൾ കൂടാറുണ്ടെങ്കിലും അവിടെ ഈ ലൈറ്റ് ഷോ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആ രൂപത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും കോഴിക്കോട് ബീച്ച് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. 1 മണി വരെ, ഇന്ന് രാത്രി 1 മണി വരെ ആഘോഷ പരിപാടികൾ ഇവിടെ നടത്താനുള്ള അനുവാദമുണ്ട്. ബാക്കി അതുപോലെ തന്നെ എല്ലാ തവണത്തെയും പോലെ തന്നെ നല്ല സുരക്ഷാ ക്രമീകരണങ്ങളും ആ രീതിയിൽ തന്നെ ഇവിടെ ഒരുക്കുന്നുമുണ്ട്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളതും. ഈ സമയത്ത്, അതായത് രാത്രി ഒരു 12 മണി 1 മണി വരെയൊക്കെ ഇവിടെ ആ തരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ കൂട്ടമായിട്ടിരുന്ന് പാട്ടുപാടുന്നതും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ഉച്ചഭാഷിണി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ രീതിയിലേക്കുള്ള ആഘോഷങ്ങൾ കൊണ്ടുപോകാൻ ഒരു പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനുമതിയില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ക്രമീകരണങ്ങളുള്ളത്. പ്രധാനമായിട്ടും കോഴിക്കോട് ബീച്ച് തന്നെയാണ്. പിന്നെ മാനാഞ്ചിറ ഭാഗം ആ രൂപത്തിലൊക്കെയാണുള്ളത്. ഇവിടെ ഇപ്പോൾ കോഴിക്കോടൊക്കെ പൊളിക്കട്ടെ, നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. എനിക്ക് സ്നേഹമോളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സ്നേഹ, ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ഒക്കെ വലിയ ആഘോഷങ്ങൾ അല്ലേ? പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്, പാപ്പാഞ്ഞി കത്തിക്കലുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. സ്നേഹ എവിടെയാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്? പാപ്പാഞ്ഞി കത്തിക്കൽ ഇത്തവണ വലിയ രീതിയിൽ വെളിയിലുണ്ട്, ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് സ്നേഹമോളുടെ രാവിലെ റിപ്പോർട്ടിൽ കണ്ടത്. തീർച്ചയായും ചെറിയ രീതിയിലുള്ള ആഘോഷമാണ്. നമുക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണം. അതേ തുടർന്നാണ് പാപ്പാഞ്ഞിയെ ഇത്തവണ പരേഡ് ഗ്രൗണ്ടിൽ കത്തിക്കാത്തത്. വെളി ഗ്രൗണ്ടിലൊക്കെ ഈ സ്വകാര്യ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള ഈ പാപ്പാഞ്ഞിയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പരേഡ് ഗ്രൗണ്ടിലാണുള്ളത്. കാലങ്ങളായി ആളുകൾ ഇവിടെ കൊച്ചിൻ കാർണിവൽ ആഘോഷിക്കാൻ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പാപ്പാഞ്ഞിയുടെ നിർമ്മാണം നടക്കുന്നതാണ് നമുക്ക് കാണുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ ഈ സമയം പാപ്പാഞ്ഞിയെ സ്ഥാപിച്ചിരുന്നു. നിരവധി ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 10:45 കഴിഞ്ഞിരിക്കുകയാണ്. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ കൊച്ചിക്കാരോട് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഉച്ച കഴിഞ്ഞൊരു 2 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും തിരക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പാപ്പാഞ്ഞിയുടെ മുഖമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോഴെന്താണ് പാപ്പാഞ്ഞി നേരത്തെ ഉണ്ടാക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഇത് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരെ നേരത്തെ കയറി കത്തിച്ച് കളഞ്ഞാലോ എന്നാണ് ഈ കാർണിവൽ കമ്മിറ്റിയിലെ അംഗങ്ങളൊക്കെയും പറയുന്നത്. ഇപ്പോൾ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ ഭാരവാഹി നമ്മോടൊപ്പമുണ്ട്. ചേട്ടാ, എങ്ങനെയാണ്, ഏത് സമയത്താണ് ഇതിപ്പോൾ ഈ പാപ്പാഞ്ഞി സ്ഥാപിക്കുക? എന്തായിരിക്കും വൈകിട്ടുള്ള പരിപാടിയൊക്കെ? വൈകിട്ട് ഇന്നിവിടെ നമ്മൾ പരിപാടികളൊന്നും അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. അതിന് ചെയ്തേക്കുന്നത് പാപ്പാഞ്ഞിയുടെ ഈ സ്കെൽട്ടൺ ഞങ്ങളിവിടെ സ്ഥാപിച്ചിട്ട് പാപ്പാഞ്ഞി തന്നെ ഞങ്ങൾ സ്ഥാപിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൻമോഹൻ സിംഗിന് ഒരു ട്രിബ്യൂട്ട് ഇത് ഞങ്ങളിവിടെ ഈ ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്ത് അത് ചെയ്യും. എനിക്ക് ഈ വർഷം തോന്നുന്നു അധികം തിരക്കില്ലാത്തതല്ലേ? ഈ വർഷം തിരക്കില്ലെന്ന് പറയാൻ പറ്റില്ല, തിരക്കുണ്ട്. ആൾക്കാരെല്ലാം ഞങ്ങളെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പരിപാടികളൊക്കെ 2-ാം തീയതിക്ക് മാറ്റിയിരിക്കുന്നത്. കാർണിവൽ പരിപാടി റാലി 2-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന മ്യൂസിക് പ്രോഗ്രാംസ് എല്ലാം 2-ാം തീയതി 2-3 തീയതികളിലായിട്ട് ഞങ്ങൾ റീഷെഡ്യൂൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികളും എല്ലാം നടക്കും കൃത്യമായിട്ട് തന്നെ. ആർട്ടിസ്റ്റിൻ്റെ സൗകര്യം അനുസരിച്ചിട്ട് ഞങ്ങൾ ഈ മാറ്റിവെച്ച പരിപാടികളൊക്കെ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കളക്ടർ ഒരു തീരുമാനം ഒന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഞങ്ങൾ ഇത്രയും ഇതൊക്കെ ചിലവാക്കി, ഭയങ്കര ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഈ പപ്പയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പപ്പാഞ്ഞിയെ കത്തിക്കലെന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. അത് ഭരണകൂടവും ജനങ്ങളും എല്ലാവരും കൂടെ, എന്നുവെച്ചാൽ ഇവിടുത്തെ ഇപ്പോൾ പോലീസും
കൊച്ചിയിൽ ആഘോഷരാവിന് തയ്യാറെടുപ്പ് നടക്കുകയാണ്. പല സ്ഥലങ്ങളിലായി ഉച്ചയോട് കൂടി അല്ലെങ്കിൽ ഇപ്പോ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. രാത്രി അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും തിരുവനന്തപുരത്ത് കൂടി നോക്കാം. രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, സാധാരണ കോവളമാണ് ഇത്തരത്തിൽ പുതുവത്സര ആഘോഷത്തിന്റെ ഒരു കേന്ദ്രം. പക്ഷെ സാധാരണ മനുഷ്യന്മാർ കൂടുതൽ എത്തുന്നത് ശംഖുമുഖത്താണ്. പക്ഷെ ശംഖുമുഖത്ത് ബീച്ച് കുറവായി പോകുന്നത്, അത് ബീച്ച് ചുരുങ്ങി വരുന്നത് ശരിക്കും ഈ ആഘോഷത്തിന് ഒരു തടസ്സമാകുന്നുണ്ടോ? ഞാനും അതേ ശംഖുമുഖത്താണുള്ളത്. ആഘോഷത്തിന് വേണ്ടി എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. കാരണം രാജി സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്തെ കടൽ പൂർണ്ണമായും തീരെ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്, അതായത് വൈകുന്നേരത്തേക്കുള്ള ആഘോഷാരവങ്ങൾക്ക് മുമ്പ് ശാന്തമായി കിടക്കുന്ന ഈ ഇടങ്ങളൊക്കെ കാണാൻ കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം മറ്റൊരു മുഖമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതൊരു തുടക്കമാണ്. ഇന്ന് ചെയ്തു തീർത്ത് അടുത്ത വർഷം മുതൽ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ മനുഷ്യരും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ അവസാനത്തെ ജോലിയിലാണ് ഇവരെല്ലാവരും. ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ആഘോഷിക്കാൻ? ന്യൂ ഇയർ അടിച്ചു പൊളിച്ച് ആഘോഷിക്കും ആണല്ലേ? പിന്നെ ഈ വർഷത്തെ അവസാനത്തെ ഇതാണ്. അവസാനത്തെ അതായത് ജോലിയാണ് ഈ സമയം മുതൽ. പിന്നെ ഈ സമയം കഴിഞ്ഞ് ഞങ്ങളൊരു 6 മണി മുതൽ പിന്നെ നാളെ രാവിലെ മുതൽ ആഘോഷം തന്നെ. പുതിയ വർഷം എല്ലാ കേരളക്കാർക്കും നമ്മളുടെ പുതുവർഷ ആശംസകൾ. അത് തന്നെയാണ്. അപ്പോൾ എല്ലാ ജോലിയും ചെയ്തു തീർത്ത് പുതിയ വർഷം പുതിയതായി ആഘോഷത്തോടെ തുടങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടുകാരൻ, എൻ്റെ നാട്ടുകാരൻ പാരിപ്പള്ളിക്കാരൻ, അതിർത്തിയാണ്. പാരിപ്പള്ളിക്കാരൻ ക്ലാസ് കട്ട് ചെയ്ത് വന്നിപ്പോ ഉണ്ട്. ന്യൂ ഇയർ ആഘോഷിക്കുന്നതാണോ? അതെ രാവിലെ ഇവരുടെ കൂടിയിരിക്കുകയാണ്. രാവിലെ തൊട്ടേ വന്നേക്കുകയാണ്. അങ്ങനെ ഒരു ഫണ്ടിന് വേണ്ടി ഇവരിവിടെ ജോയിൻ ചെയ്തതാണ്. ഞാൻ എന്തുകൊണ്ടാണ് മൈക്ക് വെച്ചെന്ന് അറിയാമോ? ഇല്ല ഈ വിഷ്വൽ കണ്ട് വീട്ടുകാരോ അധ്യാപകരോ കണ്ട് അടുത്ത വർഷമെങ്കിലും ഫുൾ അറ്റൻഡൻസ് വാങ്ങിക്കണം കേട്ടോ. അപ്പൊ അത്തരത്തിൽ ആഘോഷം എന്നുള്ള ആ വാക്കിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ശംഖുമുഖത്തേക്ക് എത്തുകയാണ്. ഈ കാഴ്ചയല്ല, ഇതുപോലെയുള്ള മനുഷ്യരെല്ലാം 4 മണി മുതൽ ഇവിടെ എത്തും. പിന്നെ തീരം, ഈ പ്രദേശത്തേക്ക്, അതായത് കൽമണ്ഡപമുള്ള പ്രദേശത്തേക്കൊക്കെ മനോഹരമായ തീരമുണ്ട്. അവിടെയൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഈ മനുഷ്യർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കമ്പവലിയാണിത്. കമ്പവലിയുടെ ആ ചെറിയ പൊട്ടുകൾ ക്യാമറയിൽ കാണാൻ കഴിയില്ല. ആ പൊട്ടുകൾ 2 മണിക്കൂറെങ്കിലും എടുക്കും ഇത് വലിച്ചു തീർക്കാൻ. അത് ചെയ്ത് തീർത്ത ശേഷം, വിശ്രമിച്ച ശേഷം അവരും, ഈ മനുഷ്യരെല്ലാവരും ആഘോഷത്തിലേക്ക് വന്നു ചേരും. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ഈ വർഷത്തെ അവസാനത്തെ പണിയും അവനോട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല പുതിയ മനുഷ്യനായിട്ട് വേണം ഡെസ്കിലേക്ക് വരാൻ നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ.